തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടും രാഷ്ട്രീയ നേതാക്കളുടെ വീടുകളിൽ റെയ്ഡ് തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ഡിഎംകെ നേതാവ് കനിമൊഴിയുടെ തൂത്തുക്കുടിയിലെ വീട്ടിലും റെയ്ഡ് നടന്നു. എന്നാൽ അന്വേഷണ സംഘത്തിന് ഒന്നും കണ്ടെത്താനായില്ല. ഇപ്പോഴാണ് ഈ ചോദ്യം പ്രസക്തമാകുന്നത്. റെയ്ഡിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമോ? ഈ വിഷയമാണ് പ്രേക്ഷകരുടെ പ്രതികരണത്തിനായി ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രേക്ഷകർക്ക് ഇപ്പോൾ മുതൽ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0471661588. ചോദ്യമൊരിക്കൽ കൂടി, റെയ്ഡിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമോ? വിഷ്ണു ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. വിഷ്ണു, നാളെയാണ് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ വോട്ടെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണ് പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കളുടെ വീടുകളിൽ മാത്രം റെയ്ഡ് നടക്കുന്നത്. ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് കരുതുന്നുണ്ടോ? സംശയം തോന്നുന്നു. എന്തായാലും തീർച്ചയായിട്ടും ഉണ്ട് ദിവ്യ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പൊ ഏത് പാർട്ടി ഭരിച്ചാലും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് വരും. ഇപ്പം മോദി അത് വളരെ ബുദ്ധിപൂർവ്വം ചെയ്യുന്നു. സത്യം പറഞ്ഞ മോദി അത് ഒരു ഭയങ്കര ഒരു കണ്ണിങ് രാഷ്ട്രീയക്കാരനാണ്. അപ്പം പക്ഷേ നമ്മൾ വേറൊരു കാര്യം നോക്കിയാൽ മതി, ഉദ്ദേശശുദ്ധി നോക്കിയാൽ മതി ഓരോ പാർട്ടികളുടെ. ശരിക്കും പറഞ്ഞാൽ പണ്ട് MGR ഒക്കെ തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരുന്നപ്പം അദ്ദേഹം ആദ്യം നടനായിട്ട് വന്നപ്പോൾ അവർ തമിഴ്നാട്ടിലെ നല്ല ലീഡേഴ്സ് വരുന്ന രാജ്യമാണ്, ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവർ MGR ആദ്യം നടനായിട്ട് വന്നപ്പോൾ അയാൾ ഇൻകം ടാക്സ് അടച്ചില്ല. അതിന് പകരം കിട്ടിയ പൈസയെല്ലാം റിക്ഷക്കാർക്ക് വേണ്ടി കോട്ടും സൈക്കിൾ റിക്ഷയും മേടിച്ചു കൊടുക്കുമായിരുന്നു. അതായിരുന്നു അയാളുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അതായിരുന്നു പുള്ളിയുടെ രീതി. അത് പിന്നെ മാറിയിട്ട് പിന്നീട് പാർട്ടിപരമായിട്ട് വന്നപ്പോൾ തമിഴ്നാട്ടിലെ, ഞാനാണെങ്കിൽ ഈ കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പം വലിയ കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം തമിഴ്നാട്ടിലെ ഡീൽസ് എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നത് പറഞ്ഞാൽ ഓപ്പൺ ആണ് കറപ്ഷൻ. 20% ആണ് കമ്മീഷൻ കേട്ടോ. അതിനകത്ത് 15% കമ്മീഷൻ ഭരണകക്ഷിക്കാണ്, 5% പ്രതിപക്ഷത്തിന്. പക്ഷെ പ്രശ്നം എന്താണ്, ADMK 15% ഭരണതീരുന്ന് കിട്ടിയാലും അവർക്ക് പൈസ യൂട്ടിലൈസ് ചെയ്യാൻ അറിഞ്ഞുകൂടാ, അവർക്ക് അത് ഉണ്ടാക്കി കൂട്ടാൻ അറിഞ്ഞുകൂടാ. DMK ആണെങ്കിൽ സ്വന്തമായിട്ട് സൺ TV ഉണ്ട്, നെറ്റ്വർക്ക് ഉണ്ട്, അങ്ങനെയുള്ള പല ബിസിനസ് ഉണ്ട്. അപ്പോൾ ഈ ബിസിനസ് എല്ലാം കൂടെ ചെയ്ത് അവർ വരുമാനം കൂട്ടും. ബ്ലാക്ക് മണിയും ഉണ്ട് കേട്ടോ അതിനകത്ത്. അപ്പം ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വീണ്ടും ജനങ്ങൾക്ക് തന്നെ എത്തുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് പറയാം, ഇലക്ഷൻ ഇങ്ങനെ ഒരു വർഷത്തിൽ ഒരിക്കൽ നടത്തുവാണെങ്കിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് നല്ല സുഖമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, നന്ദി. വിഷ്ണു പ്രതികരിച്ചതിന് മഹാരാഷ്ട്രയിൽ നിന്ന് അനീഷ് ചേരുകയാണ്. അനീഷ്, കുറച്ച് ദിവസമായി ഈ ഒരു റെയ്ഡ് നടക്കാൻ തുടങ്ങിയിട്ട് ചിലരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രീതിയിലുള്ള റെയ്ഡാണ്. ഭരണകക്ഷിയിൽപ്പെട്ട നേതാക്കളെ ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് കരുതുന്നുണ്ടോ? മേഡം, തീർച്ചയായിട്ടും ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഈ റെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാദ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഇവർക്ക് ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഈ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മാത്രമായിട്ടുള്ളതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ നേതാക്കളുടെ വീടുകളിലോ ഓഫീസുകളിലോ മറ്റ് സ്ഥാപനങ്ങളിലോ ഇങ്ങനെയുള്ള റെയ്ഡുകളോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ വേണ്ടി ജനങ്ങള് കണ്ണും നട്ടിരിക്കുകയാണ്. ഇത് രാജനീതിയാണോ എന്ന് തന്നെ തോന്നിപ്പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെയുള്ള മറുപടി ജനങ്ങളുടെ വിരൽത്തുമ്പിലാണെന്നുള്ള കാര്യം ഇവര് മറക്കാതിരുന്നാൽ നല്ലത്. അനീഷ്, എന്തായിരിക്കും ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം നടത്തുന്ന ഇത്തരത്തിലുള്ള റെയ്ഡിലൂടെ? ഇത് രാഷ്ട്രീയ ചിന്താഗതികൾ, രാഷ്ട്രീയത്തിലുള്ള കളികൾ മാത്രമാണല്ലോ ഇതിനകത്ത് നടക്കുന്നത്. ഇവരുടെ മുന്നിലുള്ള വിവാദ പ്രസ്താവനകൾ ഓരോ സ്റ്റേറ്റിലും നടത്തിയിരിക്കുന്നത്, കേരളത്തിലാണെങ്കിൽ പോലും, മഹാരാഷ്ട്രയിലാണെങ്കിൽ പോലും, UP-യിലാണെങ്കിൽ പോലും, അങ്ങനെ പല സ്റ്റേറ്റുകളിൽ നടത്തിയിരിക്കുന്ന വിവാദ പ്രസ്താവനകളിൽ നിന്ന് ഇവർക്ക് തലയൂരാൻ വേണ്ടി, ഇല്ലെങ്കിൽ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ ഇവരുടെ BJP സർക്കാരിന്റെ നേതാക്കളുടെ വീടുകളിലോ ഓഫീസുകളിലോ ഒന്നും റെയ്ഡുകൾ നടത്തുന്നില്ല. അങ്ങനെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കോടികളുടെ കള്ളപ്പണം പിടിക്കപ്പെടും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ജനങ്ങൾ മനസ്സിലാക്കും. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും 23-ാം തീയതി വോട്ടിന് പോകുന്ന സമയത്ത് അവർ തീർച്ചയായിട്ടും തിരിച്ചു ചിന്തിക്കും. ശരി, നന്ദി. പ്രതികരിച്ചതിന് ബാലരാമപുരത്ത് നിന്ന് ശിവദാസൻ ശരിയാണ്. ശിവദാസൻ, പറഞ്ഞോളൂ, എന്താണ് അഭിപ്രായം? അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല. ഹരിദാസ് ചേരുകയാണ്. ഹരിദാസ്, എന്താണ് അഭിപ്രായം? പറഞ്ഞോളൂ. ഹലോ ഹരിദാസ്, കേൾക്കാമോ? പറഞ്ഞോളൂ. പിന്നെ കനിമൊഴി എന്ന് പറഞ്ഞാല് TR ജയിലിൽ കിടന്നോളല്ലേ, അവളടുത്ത് കള്ളപ്പണം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അങ്ങനെയല്ലേ ഈ ചാനലിൽ പൈസ പിടിച്ചത് അവരെ. അതുകൊണ്ട് അവരെ വീട്ടിൽ റെയ്ഡ് നടത്തണം. റെയ്ഡ് നടത്തിയില്ലെങ്കിൽ എങ്ങനെ ഇത്രയും കോടികൾ എങ്ങനെ ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് പിടിച്ച? ഇപ്പൊ ഒരു സ്ഥലത്ത് ഇലക്ഷൻ മാറ്റിവെക്കാൻ കാരണം എന്താ? എത്ര കോടികളാണെന്ന് പിടിച്ച? അപ്പൊ നടത്തുന്നതിൽ എന്താ തെറ്റ്? ആരോ ഇതായാലും ഇപ്പൊ BJPന്റെ നേതാക്കളെ വീട്ടിൽ കയറി റെയ്ഡ് നടത്തണം. റെയ്ഡ് നടത്തിയില്ലെങ്കിൽ എങ്ങനെ
ഇപ്പൊ ഇത്രയും കോടികൾ എവിടുന്ന് വന്നെന്ന് അറിയണ്ടേ? ഈ പൈസ കണക്കില്ലാത്ത പൈസ എങ്ങനെ ഇവരെ കയ്യിലെല്ലാം വന്നത്? കോടിക്കണക്കിന് ഓരോ കെട്ടുകെട്ടായിട്ട് ഓരോ സ്ഥലത്തേക്കും ഓരോ ബൂത്തിലേക്കും പേരെഴുതിയിട്ട് ഇങ്ങനെ വെച്ച പൈസകളല്ലേ ഇപ്പം പിടിച്ചത്. അപ്പം ഹരിദാസ്, റെയ്ഡ് നടത്തേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ ഭരണകക്ഷിയിൽപ്പെട്ട നേതാക്കളൊക്കെ ഒഴിവാക്കി ചിലരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് റെയ്ഡ് നടത്തുമ്പോഴാണ് ഈ ചോദ്യം പ്രസക്തമാകുന്നത്. തന്നെ പറഞ്ഞത് എല്ലാവരുടെ റെയ്ഡ് നടത്തും. പക്ഷെ ഇവരെ പേരിലെല്ലാം കേസുണ്ടല്ലോ, ഇവരെല്ലാം ജയിലിൽ കിടന്നുകൊണ്ടല്ലേ. ഈ കനിമൊഴി എന്ന് പറയുന്നത് ശുദ്ധമായ ഒരു വനിതയല്ലല്ലോ. അവർക്ക് കേസിൽ തിഹാർ ജയിലിൽ കിടന്നവരല്ലേ. അതുകൊണ്ട് അതിന് അർത്ഥത്തിലൊന്നും തെറ്റെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എല്ലാവരുടെ നടത്തണം, ഒരാളെ മാത്രം നോക്കിയിട്ടില്ല. പക്ഷെ ഇവരുടെ അടുത്ത് പൈസ ഇപ്പൊ പിടിച്ച ഏറ്റവും കൂടുതൽ DMK അടുത്തല്ലേ പിടിച്ചത്. ഏറ്റവും കൂടുതൽ എത്ര കോടികളാണ് പിടിച്ചത്? 100 ചില കോടിയത്ത് ഒരുത്തനടുത്ത് പിടിച്ചു. ഇപ്പൊ 10 കോടിയത്ത് ഒരാളടുത്ത് പിടിക്കുന്ന വാർത്തത്തിനല്ലേ കേൾക്കുന്നത് ഞങ്ങള്. അപ്പൊ വേണം പിന്നെ ആ റെയ്ഡ് നടത്തിൽ എന്താ തെറ്റെന്ന് ചോദിക്കുന്നു ഇപ്പൊ. ശരി, നന്ദി ഹരിദാസ്. പ്രതികരിച്ചതിന് മൂവാറ്റുപുഴയിൽ നിന്ന് ജെയിൻ ചേരുകയാണ്. ജെയിൻ, ഏറ്റവും ഒടുവിൽ DMK നേതാവ് കനിമൊഴിയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് റെയ്ഡ് ഉണ്ടായത്. പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല. ഈ രീതിയിൽ ചിലരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു റെയ്ഡാണോ നടക്കുന്നത്? ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് കരുതുന്നുണ്ടോ ജെയിൻ? തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യമാണുള്ളത്. ഇവര് ചെയ്യുന്ന കഴിഞ്ഞ ദിവസം വളരെ എല്ലാവരും കണ്ടാണ് ഹെലികോപ്റ്ററിൽ നരേന്ദ്രമോദിയുടെ വന്നിറങ്ങി ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു പെട്ടി കൊണ്ടുപോകുന്നത്. അതിന്റെ പുറകെ എന്തുകൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പോയില്ല? പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികളെ നിശബ്ദമാക്കുവാൻ വേണ്ടി ചെയ്തതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ UP ഇലക്ഷന്റെ സമയത്ത് തന്നെ ഒരു മാസം മുമ്പ് ആണ് നമ്മുടെ നോട്ട് നിരോധിച്ചത്. നോട്ട് നിരോധിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്തായിരുന്നു? അവരുടെ കറുത്തപണം വെളുപ്പിക്കുകയും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ഫണ്ട് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യാതെ രാഷ്ട്രീയമായിട്ട് മറ്റ് പ്രതിപക്ഷ കക്ഷികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് തീർച്ചയായും തെറ്റാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, ജനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ജെയിൻ, കഴിഞ്ഞ ദിവസം കനിമൊഴി പറഞ്ഞത് ഈ റെയ്ഡിന് പിന്നിലെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നാണ്. ആ ഒരു ആരോപണത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായിട്ടും അതിന് പുറകിൽ ഉറപ്പായിട്ട് നമുക്ക് സംശയിക്കാം. ഭരണത്തിലിരിക്കുന്നത് ഞാൻ നരേന്ദ്രമോദി എന്ന് പറയുന്നില്ല. അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളെയും തെറ്റായ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ജാതി, വർഗീയത ഇതെല്ലാം പറഞ്ഞു വരുത്തുന്നത് BJPയുടെ നേതാക്കന്മാരാണ്. ഇവർ കേരളത്തിലാണെങ്കിൽ ഇലക്ഷൻ സമയത്ത് വന്ന അമിത്ഷാ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മംഗലാപുരത്തെ പ്രസംഗമൊക്കെ ചൂണ്ടുന്നത് എവിടേക്കാണ്? നന്ദി ജെയിൻ. പ്രതികരിച്ചതിന് തൃപ്പൂണിത്തുറയിൽ നിന്ന് സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പ്രതിപക്ഷ നേതാക്കളെ നിശബ്ദമാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു റെയ്ഡായി ഇതിനെ കരുതാമോ? ഇതിന് പിന്നിലൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് കരുതുന്നുണ്ടോ? ടെലിഫോൺ ലൈനിലില്ല സന്തോഷ്. പ്രേമൻ ചേരുകയാണ്. പ്രേമൻ, പറഞ്ഞോളൂ, എന്താണ് അഭിപ്രായം? തീർച്ചയായും ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു റെയ്ഡാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ കക്ഷികളെ ഉന്നം വെച്ചുകൊണ്ട് മാത്രമാണ് റെയ്ഡ് നടക്കുന്നത്. ഭരണകക്ഷിയുടെ ആളുകൾ പല സ്ഥലങ്ങളും വ്യാപകമായിട്ട് പണവിതരണം പോലും നടത്തുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ കക്ഷികളെ നിശബ്ദരാക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള IT ഡിപ്പാർട്ട്മെന്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചേർന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള ഇവര് പ്രതിപക്ഷ കക്ഷികളെ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു റെയ്ഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് രാജ്യവ്യാപകമായി തമിഴ്നാട്ടിൽ മാത്രമല്ല രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കനിമൊഴിയുടെ വീട് ഇന്നലെ റെയ്ഡ് ചെയ്തു. എന്താണ് കിട്ടിയത്? ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവിടെ അനാവശ്യമായ ഒരു ഭീകര അന്തരീക്ഷം പോലും സൃഷ്ടിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അതുകൊണ്ട് തികച്ചും പ്രതിപക്ഷ കക്ഷികളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി, അവരെ നിശബ്ദരാക്കുന്നതിന് വേണ്ടി നടക്കുന്ന ഈ റെയ്ഡിനെ ശക്തിയുക്തം എതിർക്കണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹവും എതിർക്കണം എന്നാണ് ഈ അവസരത്തിൽ ഞാൻ പറയാനുള്ളത്. ശരി, വയനാട് നിന്ന് അനീഷ് ചേരുകയാണ്. അനീഷ്, പ്രതിപക്ഷ നേതാക്കളെ ഒതുക്കാൻ വേണ്ടിയുള്ള ഒരു റെയ്ഡാണെന്ന് അനീഷ് ഇതിനെ കരുതുന്നുണ്ടോ? അതോ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കള്ളപ്പണം ഒഴുകുന്നതൊക്കെ തടയാൻ വേണ്ടി ഇത്തരത്തിലുള്ള റെയ്ഡ് ആവശ്യമാണോ? അല്ല, തീർച്ചയായും അങ്ങനെയല്ല. എന്റെ അഭിപ്രായത്തിൽ കനിമൊഴി അടക്കമുള്ള നേതാക്കന്മാരെല്ലാം അഴിമതി കേസിൽ വിചാരണ നേടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ഇതൊരു സാധാരണക്കാരനാണെങ്കിൽ ഇത് രാഷ്ട്രീയ പ്രേരിതം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഒരു നേതാക്കന്മാരായതുകൊണ്ടാണ് ഇവര് രാഷ്ട്രീയ പ്രേരിതം, എതിരാളികളെ തകർക്കാനുള്ള ഗൂഢലക്ഷ്യം എന്നൊക്കെ പറയുന്നത്. ഇതിപ്പോ ഈ രീതിയിൽ ഇപ്പൊ ഒരു സാധാരണക്കാരന് ഇങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അവരെന്താ പറയാ? അപ്പൊ ഇത് നേതാക്കന്മാർ ഇത് തീർച്ചയായും ഇത് റെയ്ഡ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഇത് അവര് അതിന് ബാധ്യസ്ഥരാണ്. ശരി, നന്ദി അനീഷ്. പ്രതികരിച്ചതിന്. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണ് തമിഴ്നാട്ടിലും കർണാടകയിലുമായി രാഷ്ട്രീയ നേതാക്കളുടെ വീടുകളിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് റെയ്ഡ് നടത്തുന്നത്. ഇതിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ എന്ന ചോദ്യമാണ്
പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചത്. സമ്മിശ്ര പ്രതികരണമാണ് അവരിൽ നിന്നും ഉയർന്നത്. റെയ്ഡ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആവശ്യമാണെന്നും കള്ളപ്പണം ഒഴുകുന്നത് തടയാൻ അത്യാവശ്യമാണെന്നുമാണ് ചിലർ പ്രതികരിച്ചത്.